ചേട്ടൻ പാട്ട് പാടി കൊടുത്തിട്ടുണ്ടല്ലോ ഭാര്യക്ക്? പാട്ട് പാടി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഏത് പാട്ടാ ചേച്ചിക്ക് ചേട്ടൻ പാടുന്ന ഒരു ഫേവറേറ്റ് പാട്ട് പറയും, കേക്കട്ടെ. അത് നോക്കിട്ട് அந்திப்பகலுனை நான் பார்க்கிறேன், ஆண்டவனை இதைத்தான் கேட்கிறேன். അപ്പോൾ ഉറങ്ങിയോന്നു ഉറങ്ങി മനസ്സിലാവും. നേരത്തെ പറഞ്ഞ സീൻ ഇപ്പൊ കണക്ഷൻ എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇപ്പൊ ഈ വയലിൻ പറഞ്ഞപ്പോ സുന്ദരപുരുഷന്റെ കാര്യം പറഞ്ഞല്ലോ, അതിലെ ഒരു മനോഹര ഗാനം പാടാൻ പറഞ്ഞു. എന്റെ മനസ്സിൽ കിളിക്കടവില് താമരപ്പൻ പൂവേ, എന്റെ മനസ്സിലെ വരികള് മറന്നുപോയി. കുറച്ച് മെമ്മറി ലോസ് ഭയങ്കരമായിട്ടുണ്ട്. ഓർക്കാൻ ചില സമയങ്ങളില് ടെൻഷനും പ്രശ്നങ്ങളും. അത് കുഴപ്പമില്ല ചേച്ചി. പക്ഷെ പാട്ടോട് ചേച്ചി നോക്കി മനുഷ്യൻ നിങ്ങൾക്ക് ഇത്ര ഇങ്ങനെയാണ്. എന്റെ അടുത്തൊരു പാട്ട് ഒരു സിനിമയിൽ ഒരു പാട്ട് പാടി, പ്ലേ ബാക്ക്. ഏതില്? വയനാടൻ കഥ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതില് പ്രമോദ് സാരെങ്കിൽ മ്യൂസിക് ചെയ്ത അതിലൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് വേണ്ടിട്ട് ഞാൻ അമ്മ മരിച്ചപ്പോ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ഒരുപാട് മില്യൻസ് കണ്ട ഒരു പാട്ടാണ്. എനിക്ക് അമ്മയോടുള്ള ഇഷ്ടം. അത് വയലാർ ശരത്തും പിന്നെ പ്രമോദ് സാരംഗി ഉണ്ടായിരുന്നു എന്റെ മ്യൂസിക്. പാട്ടിടയ്ക്ക് പാടാറുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു അമ്മയ്ക്ക് വേണ്ടി എഴുതിയ ഗാനം ഒരു രണ്ടുപേരി അത് പറഞ്ഞ എന്റെ മൂടെല്ലാം പോകും. എന്നാലും പാടാനുണ്ട്. രണ്ടുപേര്. കാണുന്നില്ലെങ്ങും കേൾക്കുന്നില്ലെങ്ങും കയ്യെത്തും ദൂരത്തിൽ എന്നമ്മ. അതാ പാട്ട്. അതാണ് ആ പാട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത്ര നേരം നമ്മുടെ ഹോം ടൂറിൽ നമ്മൾ ബെഡ്റൂംസ് ആക്ച്വലി കാണിച്ചിട്ടില്ല. കാരണം ഒരു പ്രൈവസിയുടെ ഒരു കാര്യമായിട്ട് ചേട്ടൻ പറഞ്ഞു ഇവിടെ മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്, അത് എന്തായാലും കണ്ടിട്ട് പോയാൽ മതി അല്ലേ? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. കാണാം അല്ല, എല്ലാ വീട്ടിലൊരു മാസ്റ്റർ ബെഡ്റൂം കാണില്ലേ? ഞങ്ങളുടെ മാസ്റ്റർ ബെഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതില്ല. എല്ലാ 4 റൂമും ഒരേപോലത്തെ ഒരേ ഇതാണ് അല്ലേ? ഓക്കെ ചേട്ടൻ ആഫ്റ്റർ യു ഇപ്പൊ ആ റൂം മോളാണ് അങ്ങനെ യൂസ് ചെയ്യുന്ന. ആ റൂം ജസ്റ്റ് നമുക്ക് കാണാം. അപ്പൊ ഇതാണ് ആ മാസ്റ്റർ ബെഡ്റൂം അല്ലെങ്കിൽ ഒരു റൂം അല്ലേ? ഇത് മോള് ഇപ്പൊ യൂസ് ചെയ്യുന്ന. ശരിക്കും ഈ ബാൽക്കണി ഭയങ്കര ഇഷ്ടമാണ്. വ്യൂനെ പിന്നെ കാണിച്ചതാട്ടോ. ഈ ഇതെന്താണ് ഇതിന്റെ ഇവിടെ? ഇത് മോളുടെ എൻഗേജ്മെന്റിന്റെ ഡ്രസ്സാണ്. എൻഗേജ്മെന്റിന് എടുത്ത ഡ്രസ് പാർട്ടീസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇതൊക്കെ ഹാൻഡ് വർക്ക്. ഫുൾ ഹാൻഡ് വർക്ക്. ഓക്കെ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എല്ലാം ഭംഗിയുണ്ട്.